ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മത്തിക്കറി ഉണ്ടാക്കിയാലോ? അതും തേങ്ങാപ്പാൽ ഒഴിച്ച മത്തിക്കറി. വളരെ രുചികരമായ, നല്ല രസമുള്ള, നല്ല ടേസ്റ്റുള്ള, കഴിക്കാൻ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു മത്തിക്കറി. നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല. മുളക് പൊടിക്ക് പകരം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ചട്ടി ചൂടാക്കുക. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കടുകിടാം. അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് പച്ചമുളക് ചേർക്കാം. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സോട്ട് ചെയ്യാം, വഴറ്റിയെടുക്കാം. അത് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അതില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സവാള ഇട്ടു. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, നമ്മളെല്ലാം കറിയിലെടുത്തതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതെല്ലാം ഒന്ന് പാകപ്പെട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. നമ്മുടെ മീനിനെ അനുസരിച്ചത്, കുറേ മീനുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ചേർക്കാം, അല്ലെങ്കിൽ ഇത്രയും മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പുളി ഒഴിക്കുക. കുടംപുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചത് ആ വെള്ളത്തോട് കൂടി ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് മീനൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള ആ ഒരു ലെവലിൽ വെള്ളം ഒഴിക്കാം. അതിൻ്റെ മൂടി വെച്ച് തിളച്ചതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കുക. മൂടി വെച്ച് നന്നായിട്ട് ഒന്ന് വെന്ത് കഴിയുമല്ലോ, ഒന്ന് തിളയൊക്കെ വന്ന് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫാക്കുക. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാം. കുറച്ച് കട്ടിയിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി. ഇനി നമുക്ക് ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നന്നായിട്ട് കഴിക്കാം.